ലോകത്തെ പ്രതിരോധ രംഗത്ത് J-20 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ചൈന J-20 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ വിന്യസിച്ച് ആകാശത്തൊരു തേരോട്ടം നടത്താൻ ഒരുങ്ങുകയാണ്. ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗൺ യുദ്ധവിമാനങ്ങൾ ആകാശം കീഴടക്കുകയാണ് എന്ന് തന്നെ പറയാം. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കും ഈ സ്റ്റെൽത്ത് ഭീകരർ. ഇവർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളെ. 2026 മെയ് മാസത്തിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ തന്നെ നിർമ്മിക്കുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് ഫൈറ്ററായ ചെങ്ഡു J-20 മൈറ്റി ഡ്രാഗൺ അമേരിക്കയുടെ F-22, F-35 എന്നീ വിമാനങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ്. ചൈന ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത J-20 ഒരു യുദ്ധവിമാനം മാത്രമല്ല, അതിനപ്പുറം ചൈനയുടെ സൈനികമായ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. ലോകത്തെ പ്രതിരോധ വിദഗ്ധർ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും ചില സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. ഈ സൂചനകൾ ഞെട്ടിക്കുന്നതാണ്. ചൈന തങ്ങളുടെ J-20 വിമാനങ്ങളുടെ നിർമ്മാണം 10 മടങ്ങ് വേഗത്തിലാക്കി. ചെങ്ഡുവിൽ ഉൾപ്പെടെയുള്ള അതീവ സുരക്ഷയുള്ള ഫാക്ടറികളിൽ പുതിയ അസംബ്ലി ലൈനുകൾ പ്രവർത്തനക്ഷമമായതോടെ പ്രതിവർഷം ഡസൺ കണക്കിന് ജെറ്റുകളാണ് ചൈന പുറത്തിറക്കുന്നത്. 2024 തുടക്കത്തിൽ ഏകദേശം 200 വിമാനങ്ങൾ ഉണ്ടായിരുന്ന ഈ കപ്പൽപ്പട ഇന്ന് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ നിർമ്മാണ ശൈലിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഒരുപക്ഷെ വരും വർഷങ്ങളിൽ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ എണ്ണത്തിൽ ചൈനയെ ലോകത്ത് ഒന്നാമത് എത്തിച്ചേക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ കരുത്തും ചൈനയുടെ നിർമ്മാണ വേഗവും ഇത് രണ്ടും കൂടി സംയോജിക്കുന്ന J-20 പ്രോഗ്രാം ഏഷ്യൻ ആകാശത്ത് പുതിയൊരു ശക്തി തന്നെ കുറിക്കും. ദശകങ്ങളോളം ലോകോത്തരമായ റഷ്യൻ എഞ്ചിൻ ഡിസൈനുകളെയും ഏവിയേഷൻ വിദ്യകളെയും ആശ്രയിച്ചിരുന്ന ശൈലിയായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത WS-10, WS-15 എഞ്ചിനുകൾ J-20 പ്രോഗ്രാമിന്റെ ചരിത്രപരമായ വിജയമാണ്. റഷ്യൻ എഞ്ചിനുകളുടെ കരുത്ത് ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അതിന്റെ പരിമിതികളുണ്ടല്ലോ, ആ പരിമിതികളെ മറികടക്കുന്ന ആധുനിക സങ്കേതങ്ങൾ ഈ എഞ്ചിനുകളിൽ ചൈന സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കരുത്തും ദീർഘദൂര പരിധിയും അതിവേഗത്തിലുള്ള നീക്കങ്ങളും സാധ്യമാക്കുന്ന ഈ എഞ്ചിനുകൾ J-20 വിമാനങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളുടെ 5ാം തലമുറ വിമാനങ്ങളോട് നേരിട്ട് വെല്ലുവിളിക്കും. റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിലൂടെ നേടിയ അറിവുകൾ, ചൈനയുടെ തദ്ദേശീയമായ ഗവേഷണ പാഠവും ഇത് രണ്ടും ചേർന്നപ്പോൾ വിദേശ വിതരണ ശൃംഖലകളെയൊക്കെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി അവർ കൈവരിക്കുകയായിരുന്നു. വലിയൊരു യുദ്ധമുണ്ടായാൽ റഷ്യയുടെയും ചൈനയുടെയും ഈ പ്രതിരോധ കൂട്ടുകെട്ടും സാങ്കേതിക സ്വയം പര്യാപ്തതയും ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് വ്യക്തമായ മേൽക്കൈ നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. J-20 വെറും ഒരു അതിവേഗ യുദ്ധവിമാനമല്ല, അതിനെക്കുറിച്ച് പറയാം. മറിച്ച് ശത്രുവിന്റെ കണ്ണുകളെ അന്ധമാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു പവർ ഹൗസാണ്. അതിന്റെ ഡിസൈനിലുള്ള സവിശേഷമായ സ്റ്റെൽത്ത് കോട്ടിങ്ങും ആകൃതിയും റഡാർ തരംഗങ്ങളെ ചിതറിച്ചു കളയുന്നതിലൂടെ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള AESA റഡാറുകളും നൂതന ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. ഇത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാനും മറ്റു വിമാനങ്ങളുമായും കൺട്രോൾ റൂമുകളുമായും പങ്കുവയ്ക്കാനും സഹായിക്കും. ശത്രുവിനെ ആദ്യം കാണുക, ആദ്യം തകർക്കുക, ഇതാണ് J-20യുടെ നയം. ശത്രു വിമാനങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപേ അതിനെ കണ്ടെത്തി നൂതനമായ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.